ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചെന്നൈയിലേക്കാണ്. ഇപ്പോൾ നമ്മളുള്ള ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ. ഹായ് ഗായ്സ്, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ ചെന്നൈ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ അഭിമന്യുമുണ്ട്. അപ്പോൾ ഇവിടെ തുടങ്ങുന്നു. 5:20 ചെന്നൈ സെൻട്രൽ മെയിൽ നമ്മൾ പോകുന്നത്. പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങിയ യാത്ര ആയതുകൊണ്ട് നമുക്ക് തൽക്കാൽ ടിക്കറ്റാണ് കിട്ടിയത്. അതും സാധാ തൽക്കാലല്ല, പ്രീമിയം തൽക്കാലാണ്. ഒരാൾക്ക് 1038 രൂപയോളം ആയിട്ടുണ്ട്. ഈ യാത്ര ഏകദേശം ഒരു 2 വർഷമായി പ്ലാനിങ്ങുകളാണ്. പല കാരണങ്ങളാൽ നടന്നിട്ടില്ല. ചെന്നൈ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പം അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 വർഷമായിട്ട് പ്ലാനിങ് നടക്കുന്ന യാത്രയാണ്. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. ചെന്നൈയിൽ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നറിയാതെ പോകുന്ന യാത്രയാണ്. നമുക്ക് യാതൊരു പ്ലാനുമില്ല. ആകപ്പാടെ അറിയാവുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെന്നൈ മറീന ബീച്ചും മഹാബലിപുരവും മാത്രമാണ്. ചെന്നൈ എത്തിയിട്ട് വേണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. ഏറെക്കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ട്രെയിൻ യാത്ര പോകുന്നത്. ഒരുപാട് നാളായി. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. തലേന്ന് 5:20 ആരംഭിച്ച യാത്ര ഇപ്പോൾ ചെന്നൈയോട് അടുക്കുകയാണ്. സ്ലീപ്പർ ബസ് ആയതുകൊണ്ട് നന്നായി കിടന്നുറങ്ങി. അങ്ങനെ നമ്മൾ ചെന്നൈയിലേക്ക് ഇതേ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ പേരുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. പുരട്சி தலைவர் ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, ചെന്നൈ. അങ്ങനെ കാത്തിരുന്ന് ഒരുപാട് നാളിന് ശേഷം പഴയ മദ്രാസ് പട്ടണത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. ഈ കാണുന്നത് ചെന്നൈയിലെ സബർബൻ ട്രെയിൻ സർവീസാണ്. ചെന്നൈയിലെ പൊതുഗതാഗതം ഇത്രയധികം എളുപ്പമാക്കുന്ന ഇവർ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. വളരെ തുച്ഛമായ തുകയ്ക്ക് തന്നെ ചെന്നൈയിൽ എവിടെ നമുക്ക് ഓടിയെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ വന്നിറങ്ങിയ ട്രെയിനിൽ നിന്നിറങ്ങി ചെന്നൈയിലേക്ക് വെളിയിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഒരു 8 മണി സമയമായിട്ടുണ്ട്. നല്ല തിരക്കാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്നതെല്ലാം നമ്മുടെ ട്രെയിനിൽ വന്നിറങ്ങിയ ആളുകൾ തന്നെയാണ്. സതേൺ റെയിൽവേ സോണിലുള്ള NST 1 കാറ്റഗറി സ്റ്റേഷനാണ് ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ. ആകെ മൊത്തം 17 ട്രാക്കാണ് ഇവിടെ ഉള്ളത്. 17 ട്രാക്കും പ്ലാറ്റ്ഫോമും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷനിൽ ആളുകൾ കാത്തിരിക്കുന്ന ട്രെയിൻ മുൻവശത്തായാണ്. അതായത് ആ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെയാണ് ട്രെയിനിൻ്റെ മുൻവശം വന്ന് എൻ പോർഷൻ വരുന്നത്. അത് മറ്റെവിടെയും നമ്മൾക്ക് അങ്ങനെ കാണാൻ സാധിക്കാത്തൊരു മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ വെളിയിലേക്ക് എത്തി. സ്റ്റേഷന് വെളിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണിത്. അതിമനോഹരമാണ് ചെന്നൈ സ്റ്റേഷൻ വെളിയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ മുന്നിൽ കാണുന്നത് റോഡ് മുറിച്ച് കിടക്കുന്ന പോലുള്ള അണ്ടർപാസാണ്. അതിലേക്ക് ഇറങ്ങാൻ ലിഫ്റ്റുണ്ട്. പിന്നെ ഒരു ഓപ്പോസിറ്റിൽ നിന്നൊരു വഴി നമ്മുടെ ഈ റോഡിലേക്ക് വന്നിറങ്ങുന്നുണ്ട്, ഫ്ലൈ ഓവർ. ഇത് ലിഫ്റ്റാണ്, താഴേക്ക് പോകാനുള്ള ലിഫ്റ്റാണ്. ഇത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ. കുറച്ച് സമയം അവിടെ നിന്ന് കണ്ട ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടി അണ്ടർപാസ് വഴി ഇറങ്ങി. എസ്കലേറ്ററൊക്കെ ഉണ്ട്. വളരെ വൃത്തിയായി നീറ്റായി തന്നെ അവരത് പരിപാലിച്ച് പോകുന്നുണ്ട്. ഒരാളുണ്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നൊക്കെയുണ്ട്. ആ വഴി താഴേക്ക് ഞങ്ങളിങ്ങനെ എസ്കലേറ്റർ വഴി ഇറങ്ങി വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തീരുമാനിച്ചിരിക്കുന്നത് മഹാബലിപുരത്തേക്ക് പോകാനാണ്. അപ്പം നമുക്ക് ബസ് കിട്ടുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ആ ദിശ നോക്കി നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യം വൃത്തി തന്നെയാണ്. വളരെ വൃത്തിയായിട്ട് തന്നെ അവരത് പരിപാലിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത് വന്നാൽ എങ്ങനെയാവും എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ അണ്ടർപാസ് വഴി തന്നെ നമുക്ക് ചെന്നൈയിലെ മെട്രോയിലേക്ക് പോകാമെന്നാണ്. ഈ ചെന്നൈ 2 മെട്രോ ആണുള്ളത്. ഒന്ന് ഗ്രീൻ ലൈനും ഒന്ന് ബ്ലൂ ലൈനും. ഇതാ മെട്രോയിലേക്ക് പോകുന്ന വഴിയാണ് അവർ ബോർഡ് വെച്ച് കാണിച്ചിരിക്കുന്നത്, ചെന്നൈ സെൻട്രൽ മെട്രോ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്.
ഓരോ ദിശയിലേക്കും അണ്ടർഗ്രൗണ്ടിൽ വഴികൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അണ്ടർഗ്രൗണ്ട് വഴി തഴങ്ങും വിലങ്ങും വഴിയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നി ഇവിടെ ഈ വഴി ഇറങ്ങി നടക്കുമ്പോഴേക്കും. ഈ കാണുന്ന ബോർഡ് അവിടുത്തെ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാണ്. ഈ വഴി കയറിയാൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്താം. നേരെ പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് വെളിയിലേക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയിലേക്ക് സൈഡിലേക്ക് കയറി. മഹാബലിപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കയറേണ്ടത് A1 ബസ്സിലാണ്. അത് തിരുവാണിയൂർ വരെ പോകുന്നതാണ്. അത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. അവിടെ നിന്ന് ബസ് മാറി കയറി മഹാബലിപുരത്തേക്ക് പോകാം. അത് 588 എന്ന ബസ്സിലാണ് പോകേണ്ടത്. ചെന്നൈയിൽ ബസ്സുകളിലെല്ലാം സ്ഥലത്തിന് പകരം നമ്പറുകളുമുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരുവാണിയൂർ എന്ന സ്ഥലത്ത് വന്നിറങ്ങി. അപ്പോൾ അവിടെ തൊട്ടടുത്ത് ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഓരോ സെറ്റ് പൂരിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചൂട് പൂരി.